ഇവിടെ ഒരു അമ്മ അസുഖമായി കിടക്കുന്ന അവളുടെ ഹസ്ബൻഡിന് ദിവസവും ഫുഡിൽ കൂറമരുന്ന് അടിച്ചാണ് കൊടുക്കുന്നത്. ഒരു ഘട്ടത്തിന് മേലെ ആള് തന്നെ മരിച്ചുപോയി. അതറിഞ്ഞ അയാളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ അമ്മയും കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നത്. സോ അവർ വന്നു എന്ന് അറിഞ്ഞതും ഒരു ദയവും കാണിക്കാതെ എല്ലാവരുടെ ഫുഡിലും വിഷം ഒഴിച്ചു കൊടുത്തു. അത് കഴിച്ച പകുതി പേര് ഛർദ്ദിക്കാനും ബാക്കിയുള്ളവർ മരിക്കാനും തുടങ്ങി. ഈ അമ്മയാണ് ഈ തെറ്റെല്ലാം ചെയ്തതെന്ന് കണ്ടുപിടിച്ചതും പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് വാർത്തയിൽ കണ്ട അമ്മയുടെ മകളും ആകെ ഷോക്കായി. ആക്ച്വലി കുറച്ച് വർഷത്തിന് മുമ്പ് ഇവളുടെ അച്ഛൻ ഇവളെ നല്ലോണം കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മ അവിടെ തനിച്ചാക്കി വീട് വിട്ടുപോയിരുന്നു. ഇപ്പോ ഇവള് ഒരു വലിയ വക്കീലാണ്. സോ ന്യൂസിൽ അമ്മയെ കണ്ടതും പെട്ടെന്ന് അവളെ കാണാൻ ഓടി വന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒരു വലിയ സത്യം തന്നെ മനസ്സിലാവുന്നത്. ആക്ച്വലി അമ്മയുടെ ആദ്യ ഭർത്താവിനെ ഫ്രണ്ട്സ് എല്ലാവരും ഒറ്റയ്ക്കൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി എല്ലാവരും ചേർന്ന് അയാളുടെ ബിസിനസ് തട്ടിയെടുക്കാൻ വേണ്ടി പുഴയുടെ നടുവിൽ കൊണ്ടുപോയി തള്ളിയിട്ടു കൊന്നു കളഞ്ഞിരുന്നു. അതറിയാതെ ഈ അമ്മയും അയാൾ മരിച്ചുപോയ വിഷമത്തിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി അതേ പുഴയിൽ ചാടി മരിക്കാൻ നോക്കി. അവളും പ്രഗ്നന്റ് ആണ്. കറക്റ്റ് ടൈമിൽ ഹസ്ബൻഡിനെ കൊന്ന അതേ ആള് തന്നെ അവളെ രക്ഷിക്കുന്നത് പോലെ രക്ഷിച്ചു. ഞാൻ തന്നെ നിനക്കൊരു ജീവിതം തരാമെന്നൊരു ത്യാഗിയെ പോലെയാണ് സംസാരിച്ചു. ആദ്യം മുതൽ അയാൾക്ക് ഇവളുടെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. അതറിയാതെ ഇവളും അവനെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു. ആദ്യമേ പ്രഗ്നന്റ് ആയിരുന്നത് കൊണ്ട് ആദ്യ ഭർത്താവിന്റെ കുട്ടിയും ജനിച്ചു. ആ പെണ്ണാണ് ഇപ്പോ വക്കീലായിരിക്കുന്നത്. ഇത്ര വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഭർത്താവിനെ കൊന്നുകളഞ്ഞത് തന്നെ ഇവന്മാരാണെന്ന് മനസ്സിലാവുന്നത്. ദേശത്തിലാണ് എല്ലാവർക്കും വിഷം കലക്കി കൊടുത്തത്. അവസാനം ഈ പെണ്ണിന്റെ അച്ഛൻ അമ്മയുടെ ആദ്യ ഭർത്താവാണെന്ന് അറിഞ്ഞതും അവളുടെ അമ്മക്ക് സപ്പോർട്ടായി ഈ കേസ് തന്നെ നടത്തി അവളെ സേവ് ചെയ്തു.